പലപ്പോഴും എന്താ പറയുന്നേ, ആ കഴിവുള്ളൂ, ഈ ആൾക്ക് ഒരു കഴിവുള്ളൂ. ഒറ്റ പേപ്പർ ഷീറ്റ് കൊണ്ട് 5 ഐറ്റംസ് ഉണ്ടാക്കിയവരുണ്ട് അല്ലേ? എല്ലാവർക്കും കഴിവുകളുണ്ട്. രണ്ടാമത്, നമുക്ക് ചില ചോദ്യങ്ങൾ നമ്മുടെ മുൻപിൽ വരുന്നത് നമുക്ക് ഏറ്റവും സൂക്ഷ്മതയോടെ പക്വതയോടെ തിരിച്ചറിയുവാനായിട്ട് കർത്താവ് കൃപ നൽകട്ടെ. വരുവിൻ, നാം എഴുന്നേറ്റു പണിയുക. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട്, കുഞ്ഞുങ്ങളോട്, യുവജനങ്ങളോട് ഞാൻ ഈ പകലിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നെഹമ്യാവിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വത്തെ അംഗീകരിച്ച നെഹമ്യാവ്, ജനങ്ങളുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച നെഹമ്യാവ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഓർത്ത നെഹമ്യാവ്, സഹായത്തിനായി അപേക്ഷിച്ച നെഹമ്യാവിനെ നമുക്ക് വചനം പറഞ്ഞു നൽകുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരുവൻ അല്ലെങ്കിൽ ഒരു വിഷൻ കാണുകയാണ്, അത് ഒരു ആക്ഷനായി മാറുകയാണ്. ഈ പകലിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന യുവതി യുവാവേ, ഹല്ലേലൂയ ആ പ്രാർത്ഥന ഹല്ലേലൂയ ഒരു വിഷനായി മാറട്ടെ, അതൊരു ആക്ഷനായി മാറട്ടെ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഇടിഞ്ഞു കിടക്കുന്ന ചിലത് പുതുക്കി പണിയുവാൻ നമുക്ക് ഒരു നിയോഗമുണ്ടെന്ന് തിരിച്ചറിയുന്ന പകലാകട്ടെ ഇത്. ഞാനാണ് ആ കല്ല് എടുത്തു വെക്കേണ്ടത് എന്ന് പറയുവാൻ, നിയോഗത്തോടെ കരങ്ങൾ ചലിപ്പിക്കുവാൻ, നിയോഗത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപ നൽകട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഞാൻ വാക്കുകളെ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ചെറിയ ജീവിതമാണെങ്കിലും, ചെറിയ താലന്താണെങ്കിലും, ചെറിയ കഴിവാണെങ്കിലും, അതിൽ നാം വിശ്വസ്തരാണെങ്കിൽ ദൈവം നമ്മെ ഉപയോഗിക്കാൻ തയ്യാറാണ്. ആ കരങ്ങൾ ഉയർത്തി കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ യുവതിവാക്കന്മാരും മാതാപിതാക്കന്മാരും ഒന്നിച്ചൊന്ന് പറയാമോ? അപ്പൊ എന്റെ ചെറിയ കഴിവ് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യാൻ ഞാൻ ഒരുക്കമാവാം. അങ്ങനെയെങ്കിൽ ഇതുപോലെയുള്ള 100 വേദികൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ഈ പകലിൽ ഞാൻ ദൈവസഭയിലെ യുവതിവാക്കന്മാരോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. നിങ്ങൾ പോകുന്നിടം അനുഗ്രഹമാകും. നിങ്ങൾ കാൽ ചവിട്ടുന്ന ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഈ പകലിൽ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, അപ്പാ എന്നിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധയോടെ ചെയ്തെടുപ്പാൻ, നിയോഗത്തോടെ ചെയ്തെടുപ്പാൻ എന്നെ സഹായിക്കണമേ.